മലയാളികൾ ഏത് സാധനം ആദ്യം ഒന്ന് തള്ളിക്കളഞ്ഞിട്ടല്ലേ അംഗീകരിക്കുള്ളൂ. കേരളത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദ ഫസ്റ്റ് സയൻസ് ഫിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പുതുമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെടും. കിടിലൻ പെർഫോമൻസ് ആണ്. അനാർക്കലി, ഗണേഷ് കുമാർ, അജു വർഗീസ്, ഗോകുൽ സുരേഷ് എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആണ്. അത് തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. നിങ്ങളുടെ ആവേശമൊക്കെ നിങ്ങൾ കണ്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ഒരു ഫണ്ണ് പടം തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ ഗഗനചാരി നല്ലൊരു ഓപ്ഷനാണ്. ഈ ഫിലിം ബ്രോ ആക്ച്വലി പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ ഒരു ജസ്റ്റ് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വർഷങ്ങൾക്കപ്പുറം നമ്മുടെ കേരളം എങ്ങനെയാണ് എന്നുള്ളത് അതാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിൽ പൊളിറ്റിക്സ്, ടെക്നോളജി, പിന്നെ AI, ടെക്നോളജിക്കും പൊളിറ്റിക്സിനും പിന്നെ സയൻസ് പറയുന്നുണ്ടല്ലോ അതിനകത്ത് ഇന്റർവ്യൂ പറയുന്ന പോലെ. അപ്പം വളരെ നീറ്റായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആദ്യം ഇത് കാണുമ്പോൾ ഇത് ഞാൻ പോസ്റ്റായി പോകുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടപ്പോൾ ഭയങ്കര എൻഗേജിങ് ആണ്. വളരെ കോമഡി ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചിരിക്കാൻ അതൊക്കെ എനിക്ക് പേഴ്സണലി വർക്കൗട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ മലയാളം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഫിലിമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പോകാലിപ്റ്റോ കേരള കാണിക്കുന്ന ഒരു മൂവി എന്നുള്ള രീതിയിൽ ഒരു ഫൺ എലമെൻ്റ് ഉണ്ട്. ആൻഡ് അത് തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. ഓക്കെ, ഡിസ്റ്റോപ്പിയൻ ഫാൻറ്റസിയാണ്, കോമഡി ഉണ്ട്. ഫസ്റ്റ് ടൈമാണ്, മലയാളത്തിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പം വിചാരിച്ചതിനെക്കാട്ടും നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ അതെ, സയൻസ് ഫിക്ഷൻ, മോക്യുമെൻ്ററി, ഓഫീസ് പോലത്തെ ഒക്കെ. അപ്പം ആ ജോണറുകളെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് വർക്കൗട്ടായെന്ന് തോന്നുന്നു. എത്രവർക്കട്ട് ഇന്ന് കണ്ടവരോട് അഭിപ്രായം ചോദിച്ചാൽ അറിയാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേക ജോണറിൽ പെടുന്ന ആളുകൾക്ക് മാത്രം കാണാനുള്ള സിനിമ അങ്ങനെ ഒരു സിനിമയല്ല ഗഗനചാരി. സാധാരണ ലളിത നിങ്ങളുടെ ആവേശമൊക്കെ നിങ്ങൾ കണ്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ഒരു ഫണ്ണ് പടം തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ ഗഗനചാരി നല്ലൊരു ഓപ്ഷനാണ്. അവർ നൈസായിരുന്നു, എല്ലാം ചെയ്തവരെല്ലാം. കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ, അവരെല്ലാം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഡ്യൂറേഷനും കുറവായിരുന്നു, അതിനനുസരിച്ച് നൈസ്. VFX എല്ലാം നൈസായിരുന്നു. എന്ന് വെച്ചാൽ ഹോളിവുഡ് ആ ലെവലിലുണ്ട്. കാര്യം കുറഞ്ഞ ബഡ്ജറ്റ് ആണെങ്കിൽ ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള അതൊക്കെ നൈസായിരുന്നു. വർക്കൗട്ടായി എല്ലാം. ബഡ്ജറ്റ് ഇത്ര കുറവാണെന്ന് പറയത്തില്ല. അതിന് ആ സാധനം തന്നെ പിടിച്ചിരിക്കുന്നു, അതെല്ലാം നൈസാണ്. ഈ ബഡ്ജറ്റ് വെച്ച് നോക്കിയാൽ ഹാപ്പിയാണ്. സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര വിറ്റിയാണ്, ഭയങ്കര റൂട്ടഡ് ആണ്. കേരളത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദ ഫസ്റ്റ് സയൻസ് ഫിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഒരു ജോണറിൽ ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലേ. അപ്പം അത് ആ ജോണറിനോട് നീതി പുലർത്തി നമ്പർ 1. പിന്നെ അത് എന്താണ്, നമുക്കൊരു ഒരുപാട് റെഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഇത് ഇത്രയും ഈ സ്ഥലത്തിൽ റൂട്ട് ചെയ്തു എന്നത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കൾച്ചർ വാല്യൂസ് അല്ല, ഐ മീൻ ലൈക്ക് അത് ഈ സ്ഥലവുമായിട്ട് ജോഗ്രഫിക്കലി ആൻഡ് കൾച്ചറലി റൂട്ടഡ് ആണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നതിൻ്റെ മേക്കിംഗ്, ഈ പറഞ്ഞ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് പിന്നെ ഈ പടത്തിനകത്ത് ഈ ആസ്പെക്ട് റേഷ്യോ 3 വട്ടം എന്തോ ഷിഫ്റ്റ് ആവുന്നുണ്ട്. ആ ഷിഫ്റ്റ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് കഥയുടെ കൂടെ പോകുന്നത്. എനിക്ക് 1:1 ഉണ്ട്, 3:4 ഉണ്ട്, 16:9 ഉണ്ട്. അപ്പോൾ ആ ഷിഫ്റ്റ് ഭയങ്കര രസകരമായിട്ട് കഥയുടെ കൂടെ പോയിട്ടുണ്ടെന്നത് ഭയങ്കര രസമായിട്ട്. സോങ്സ് കറക്റ്റ്, അത് ഒന്നും ഫോഴ്സ് അല്ല. കോമഡിയും വിറ്റും ഹ്യൂമറും കറക്റ്റ്. അത് മേ ബി അത് അണ്ടർ 2 hour ആണെന്ന് തോന്നുന്നു. അപ്പം അത് കറക്റ്റ് അതായിട്ട് പ്ലേസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ എടുത്തിട്ടുള്ളൊരു പടമാണ്. എല്ലാവരും നല്ലൊരു പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. അത് കാണുമ്പോൾ തന്നെ അറിയാം. അഭിനയിച്ചവരാണെങ്കിലും ശരി, അതിന് ടെക്നിക്കൽ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിലും ശരി, എല്ലാവരും കിടിലമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ ഫാമിലി ആയിട്ട് വന്നത് കാണാം. കുട്ടികളൊക്കെ ഉണ്ടെന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. VFX എന്താ പറയണ്ടേ, വളരെ സേഫായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച്. ഒന്നും അങ്ങനെയൊന്നുമില്ല. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല, അതൊരു ഒരു മോക്യുമെൻ്ററി സ്റ്റൈൽ മലയാളത്തിൽ ആദ്യമായിട്ടാണ്. അത് തിയേറ്ററിൽ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, ഇഷ്ടപ്പെട്ടു. ഒരു സയൻസ് ഫിക്ഷൻ പടമാണ്. പുതുമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെടും. നമ്മൾ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടുള്ള നമ്മളൊരു സിറ്റുവേഷൻസും ഇവിടുത്തെ കാര്യങ്ങൾ അതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ VFX ആയാലും എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, എന്നാലും പുതുമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടും. മേക്കിംഗ് സ്റ്റൈലും സ്റ്റോറി ടെല്ലിംഗ് എല്ലാം നന്നായിരുന്നു. എഡിറ്റിങ്ങും എല്ലാം കൊള്ളായിരുന്നു. ഒരു എൻ്റർടൈനാണ്, ഒരു ലാഗൊന്നുമില്ല. ഫുള്ള് നമുക്ക് ത്രില്ലിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും. ക്യാരക്ടർ എല്ലാം അത്യാവശ്യം കുഴപ്പമില്ല. അനാർക്കലി ആയാലും അജു വർഗീസ് ആയാലും ഗണേഷ് കുമാർ സാർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു അടിപൊളിയായിട്ട് നല്ല കോമഡി ഇതൊക്കെ വർക്കൗട്ടായിട്ട്. VFX വർക്കും അതുപോലെ ആക്ടിങ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. 0 ലാഗാണ്, പക്ക എൻ്റർടൈനറാണ്. പിന്നെ 2050 നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ അത് അങ്ങനെ ബുദ്ധിജീവി ചമഞ്ഞ് കണ്ടതൊന്നല്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന ടൈപ്പ് തന്നെയാണ് എടുത്ത് വെച്ചേക്കുന്നത്.
കിടിലം പെർഫോമൻസ് ആണല്ലേ. അനാർക്കലി, ഗണേഷ് കുമാർ, അജു വർഗീസ്, ഗോകുൽ സുരേഷ് എല്ലാവരും കിടിലം പെർഫോമൻസാണ്. ഫസ്റ്റ് വാച്ചാണ്. നമുക്ക് എനിക്ക് വളരെ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് ഇതങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ഒരു നമ്മളെ സ്ഥിരം ഈ ജോണുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് വർഷങ്ങൾക്ക് അപ്പുറം നമ്മുടെ കേരളം എങ്ങനെ ആയിരിക്കും അതിനെ കുറച്ചും കൂടി ഈ പറയുന്ന പൊളിറ്റിക്സ് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ചെയ്തത്. അത് രസമാണ് കാണുക. കാരണം ഒരു സാധാരണ ഒരു സിനിമയുടെ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സറിയലിസ്റ്റിക് കാഴ്ചപ്പാടാണ് ഈ സിനിമയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ആ തരത്തിൽ സിനിമയെ വായിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വെറുതെ ഒരു സിനിമ കാണുന്ന ലാഘവത്തോട് നോക്കാതിരിക്കുക, കുറച്ചുകൂടി ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സിനിമയെക്കുറിച്ചുള്ള ഒരു രൂപം നമുക്ക് വ്യക്തമായി